സുഹൃത്തുക്കളെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൊഗ്രാൽ പുത്തൂർ മുതൽ നമ്മുടെ കുമ്പള വരെയുള്ള ദേശീയ പാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എരിയാൽ വരെയുള്ള ഭാഗങ്ങളുടെ വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എരിയാൽ ഭാഗത്തെ ഏകദേശം വർക്കുകളെല്ലാം നിങ്ങളെ കാണുന്നത് പ്രതീക്ഷിക്കുന്നു. നല്ല മാറ്റങ്ങളാണ് ഏരിയൽ ഭാഗത്തും ബാക്കിയുള്ള മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ നടന്നു വരുന്നുള്ളത്. അപ്പോൾ നമ്മുടെ മൊഗ്രാൽ പുത്തൂർ പാലം ഇപ്പോൾ ഗതാഗതത്തിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ആ ഭാഗങ്ങളിൽ നല്ല സ്പീഡിലാണ് വർക്ക് നടന്നത്. മൊഗ്രാൽ പുത്തൂർ എത്തുന്നതിന് മുമ്പുള്ള കുന്നിൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നേരത്തെ റെയിൽവേയുടെ ചെറിയൊരു ബ്ലോക്ക് വർക്ക് ചെയ്യുന്നതിലുണ്ടായിരുന്നു. ബ്ലോക്കൊക്കെ മാറിയിട്ട് പിന്നീട് വർക്ക് ഫിനിഷിങ് ചെയ്ത ഭാഗത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് ഈ ഭാഗത്തും വർക്ക് നടന്നത്. പെട്ടെന്നാണ് ഈ ഭാഗത്തെ വർക്ക് തീർത്തത് ഇവർ. ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നത് മൊഗ്രാൽ പുത്തൂർ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ നിലവിൽ വലതുവശത്തെ സർവീസ് റോഡിൻ്റെ ഫുൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പുതുതായി നിർമ്മിച്ച റോഡിലൂടെയാണ്, ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞ റോഡിലൂടെയാണ് ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇടതുവശത്തെ ബാക്കി പ്രവൃത്തികൾ ഇനി നടക്കാനുണ്ട്. നേരത്തെ കുറച്ച് ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് പെൻഡിങ്ങിലായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ മഴ കഴിഞ്ഞപാട് വർക്കുകൾ നല്ല വേഗത്തിലായി. അപ്പം ഈ മൊഗ്രാൽ പുത്തൂർ പാലം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഒരു വശത്തേക്കുള്ള വാഹന ഗതാഗതം കൊടുത്തിട്ടുണ്ട്. അതായത് മംഗലാപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഇതുവഴിയാണ് മൊഗ്രാൽ പാലത്തിലൂടെയാണ്, ഇപ്പോൾ പുതിയ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാസർഗോഡ് ഭാഗത്തേക്ക്. അപ്പം ബാക്കിയുള്ള നിലവിൽ അതേപോലെ തന്നെയാണ് തുടരുന്നുള്ളത്. അപ്പം ബാക്കിയുള്ള അതായത് മൊഗ്രാൽ അണ്ടർപാസിൻ്റെ മുകളിലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞാലേ ഇരുവശങ്ങളിലേക്കും അതുവഴി വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. എന്നിട്ട് ഈ ഭാഗത്തെ വർക്കുകൾ, അതായത് മൊഗ്രാൽ പുത്തൂർ പഴയ പാലത്തിൻ്റെ റീകണ്ടീഷൻ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ.
സുഹൃത്തുക്കളെ, കുമ്പള ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് കുറച്ച് ലാഗായിട്ടാണ് പോകുന്നുള്ളത്. അത് ഉള്ളത് പോലെ തന്നെ പറയണല്ലോ. കാരണം ഞങ്ങൾ വലിയ ഒരു മാറ്റം ഈ ഭാഗത്ത് കാണുന്നില്ല. മണ്ണിട്ട് ഉയർത്തുന്ന ഈ ഭാഗത്ത് വർക്ക് ഉണ്ടല്ലോ, വലിയ മാറ്റമുള്ളതായിട്ട് കാണുന്നില്ല. കുറേ മാസമായിക്കോടെ ഇങ്ങനെ ഒരു മന്ദഗതിയിലായിട്ട്. എന്ത് കാണുന്നറിയില്ല. എനിക്ക് തോന്നുന്നു സ്റ്റാഫിൻ്റെ കുറവാണോ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഓരോരോ സ്ഥലത്ത് ഫോക്കസ് കുറേ ലേബേഴ്സിനെ ഇറക്കിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം വലിയ ലേബേഴ്സ് ഈ ഭാഗത്ത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അടുത്ത എന്തെങ്കിലും വർക്ക് വിശേഷത്തിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു വശത്ത് നേരത്തെ വർക്ക് കഴിഞ്ഞതാണ്, മണ്ണിട്ട് ഉയർത്തി ഏകദേശം ലെവൽ ആയിട്ട് ഉണ്ട്. മറുവശത്തെ വർക്ക് കുറച്ച് ലാഗിലാണ് നടക്കുന്നുള്ളത്. അതായത് ഇപ്പോൾ റൈറ്റ് സൈഡ് മണ്ണ് ഏകദേശം ലെവലാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത് നേരത്തെ കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ ഇടതുവശത്ത് ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഉണ്ടല്ലോ, കുറച്ച് മെല്ലെ പോകുന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു അറി പാനലിൻ്റെ അരഭാഗം വരെ അറി പാനലിൻ്റെ മണ്ണോട്ട് ഉയർത്താൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ തന്നെ മനസ്സിലാവും. ഏകദേശം ഒരു ഹാഫോളം പാനലിൻ്റെ മണ്ണോട്ട് ഉയർത്താൻ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ചും കൂടി കൂടുതലുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക്. അപ്പം ഇവിടുത്തെ മാത്രം വർക്ക് കുറച്ച് ലാഗായിട്ട് കാണുന്നുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തുള്ള വർക്ക് നല്ല സ്പീഡിലുണ്ട്. എന്തെന്ന് മനസ്സിലാകുന്നില്ല, എന്താണ് കാരണം എന്ന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ലേബേഴ്സിൻ്റെ കുറവാണോ, പിന്നെ വേറെ എന്തെങ്കിലും വലിയ മാറ്റർ ഒന്നും അറിയുന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് പ്രശ്നമെന്ന്. പിന്നെ ഇതെല്ലാം ഈ ഇവിടെ ഫുള്ള് ഈ ഫ്രിക്ഷൻ സ്ലാബ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തേക്കുള്ളതാണ് ഈ കുമ്പള അപ്രോച്ച് റോഡിന്, അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിലേക്കുള്ള ആവശ്യത്തിനുള്ള ഈ ഇതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും പുതുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ഒരു ലൈക്ക് മസ്റ്റായിട്ട് തരണം സുഹൃത്തുക്കളെ. പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുമ്പള ഭാഗത്തെ നല്ല കണ്ടൽക്കാടുകളെ സീനും കണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.